എൻ്റെ പേര് ഷാൻഡി ഷൈജൻ. ഞാൻ തൊടുപുഴയ്ക്കടുത്ത് മൂലമറ്റത്തു നിന്നാണ് വരുന്നത്. ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് എന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് അനുവദിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ മോളുടെ കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള മരണം മൂലം എൻ്റെ മോൾക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെടുകയും പള്ളിയിൽ പോകാനും പ്രാർത്ഥന എല്ലാം അവൾക്ക് ഭയങ്കരമായിട്ട് മടിയായിരുന്നു. അവൾ പറഞ്ഞ് മമ്മിയുടെ മാതാവ് ഇതുപോലെ ചെയ്തത് എന്നാന്ന് ചോദിച്ച് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത് മോൾക്ക് ദൈവവിശ്വാസം ഉണ്ടാകുന്നതിനും അവൾ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു. അത് മോൾക്ക് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. യൂട്യൂബിൽ ധ്യാനം കൂടുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് മോൾക്ക് നല്ലതായിട്ട് ദൈവവിശ്വാസം വരികയും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോകാനും എല്ലാം മോൾ തുടങ്ങി. അതുപോലെ തന്നെ ഞങ്ങളുടെ കടയുണ്ടായിരുന്നു. അത് 1 വർഷമായിട്ട് കട വിൽക്കാനിരിക്കുമായിരുന്നു. കട ഞങ്ങൾക്ക് നടത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ഇത് കാരണം ഞങ്ങൾ കട വിൽക്കാനായിട്ടിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപ്പൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കട എനിക്ക് 3ാമത്തെ പുതുക്കലിൽ കട വിൽക്കാനായിട്ട് സാധിച്ചു. പിന്നെ മോള് നേഴ്സിംഗ് പഠിക്കുവാണ്. മോൾക്ക് പഠിക്കുമ്പോൾ ഒന്നും മോള് പറയുന്നത് ഞാൻ പഠിക്കുന്നൊന്നും വരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടാണ് മമ്മി എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും മോള് ധൈര്യമായിട്ട് എഴുതിക്കും, ഞാനും മാതാവിനോട് പ്രാർത്ഥിച്ചോളാം, കൊച്ചൊന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് പൊക്കോളാൻ പറയും. അങ്ങനെ മോള് മാതാവിനോട് ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുക. അവൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ ഇന്ന് നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. യൂട്യൂബിൽ പ്രയർ റിക്വസ്റ്റ് എഴുതിയിട്ടും നന്നായിട്ട് പ്രാർത്ഥിച്ച് അവൾക്ക് എല്ലാ പരീക്ഷയ്ക്കും അവൾ എഴുതുന്നത് പോലെ ഒന്നുമല്ല, അവൾക്ക് റിസൾട്ട് വരുമ്പം എല്ലാത്തിനും നല്ല മാർക്കുണ്ട്, അവൾ ജയിച്ചു. അതുപോലെ അവൾ 10ാം ക്ലാസ് തൊട്ട് ഞാൻ കുവൈറ്റിൽ പോയ സമയം തൊട്ട് അവൾ പഠിക്കുന്നതിനൊക്കെ ഉപരി അവൾ നല്ല മാർക്കോട് കൂടി എല്ലാ 10ാം ക്ലാസ് തൊട്ട് എല്ലാത്തിനും A+ മേടിച്ച് അവൾക്ക് ജയിച്ചു. അപ്പോൾ അവളെ കൊണ്ട് ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മോള് ക്രിസ്മസിൻ്റെ അവധിക്ക് വന്നപ്പോൾ മോളെ എനിക്ക് കിട്ടി. അങ്ങനെ മോളുടെ സാക്ഷ്യം കൂടെ കൂടിയാണ് പറയുന്നത്. പിന്നെ കട ഇപ്പോൾ ഞങ്ങളൊരു കട നടത്താൻ വേണ്ടി വാടകയ്ക്ക് കൊടുത്തേക്കുവാണ്. ആ കട നന്നായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഒരു പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അങ്ങനെ കട കുഴപ്പമൊന്നും കൂടാതെ ഇപ്പോൾ നടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആത്മീയമായിട്ട് ഞാൻ മാതാവിനോട് ഭർത്താവിൻ്റെ ഇത് കാരണം ഞാൻ മാതാവിനോട് പിണങ്ങിയായിരുന്നു. പ്രാർത്ഥനയൊന്നുമില്ല, ഞങ്ങൾ ഒരു ഇതിനും ഞാൻ കൂടുന്നില്ലായിരുന്നു. അപ്പം മാതാവ് എനിക്ക് ഒത്തിരി തിരിച്ചറിവ് തന്നു. എൻ്റെ പിള്ളേരൊക്കെ വലുതായി. അത് കഴിഞ്ഞിട്ടാണ് മാതാവ് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോയത്. അപ്പോൾ ഞാനത് മാതാവിനോട് പിണങ്ങിയിരുന്നപ്പോൾ മാതാവ് എന്നെ കാണിച്ചു തന്നു. മാതാവിൻ്റെ ഈശോയുടെ മടിയിലിരിക്കുന്നതായിട്ട് എന്നെ കാണിച്ചു തന്നു. എന്നിട്ട് മാതാവ് എന്നോട് പറഞ്ഞു, നിൻ്റെ പിള്ളേരൊക്കെ വലുതായില്ലേ, പിന്നെ കുഞ്ഞു പിള്ളേരുടെയൊക്കെ ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ അവർ സഹിക്കുന്നില്ലേ, പിന്നെ ആക്സിഡൻറ്റിന് ശേഷം കോമ സ്റ്റേജിലൊക്കെ കിടന്നാൽ അതൊക്കെ അങ്ങനെ ഒത്തിരിയും പേരുടെ കാര്യങ്ങൾ എനിക്ക് അനുഭവത്തിലൂടെ എന്നെ കാണിച്ചു തന്നു. അപ്പോൾ പിന്നെ ഞാൻ മാതാവിനോട് എൻ്റെ പിണക്കം എല്ലാം മാറ്റി. അങ്ങനെ ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാനും എനിക്ക് പള്ളിയിൽ പോകാനും എവിടെ പോയാലും ഞാൻ റൂമിന് പുറത്തിറങ്ങുമ്പോഴേ മാതാവിനോട് പറയും, മാതാവ് ഇന്ന് എൻ്റെ കൂടെ വരണം, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഈശോയും പരിശുദ്ധാത്മാവും എൻ്റെ കൂടെ വരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂട്ടത്തിലൊരാൾ വരുന്ന ഒരു പ്രതീതിയിൽ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ, ജപമാല ചൊല്ലാനൊന്നും എനിക്ക് ഉള്ളൊരിതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ജപമാല ചൊല്ലാൻ, ബൈബിള് വായിക്കാൻ, മറ്റുള്ളവരുടെ ഒത്തിരി കാര്യങ്ങൾക്കെല്ലാം എനിക്ക് അമ്മ മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. അങ്ങനെ ഞാൻ മറ്റുള്ളവരോടൊക്കെ കൃപാസനത്തിൻ്റെ കാര്യം പറയുകയും യൂട്യൂബിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഒത്തിരി പേര്, ഒരു 6-7 പേരോളം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഒത്തിരി പേരോട് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ മാതാവ് തന്നു. അതുപോലെ തന്നെ അമ്മ മാതാവ് എത്ര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്, ആ കറക്റ്റ് പൈസയുടെ കാര്യം എനിക്ക് സാധിച്ചു തരും. എല്ലാത്തിനും അമ്മ മാതാവ് കൂടെ വന്ന് നടത്തുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അങ്ങനെ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയോടും ഈശോയോടും തിരുക്കുമാറിനോടും ഞാൻ നന്ദി പറയുന്നു. ഈശോയുടെ പുസ്തകം 51:16 ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. ഷാൻഡി ഷൈജൻ എന്ന ഈ സഹോദരി പരിശുദ്ധമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ജീവിച്ചതിലൂടെ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി പങ്കുവയ്ക്കുന്നുണ്ട്. ജീവിത പങ്കാളി അവിചാരിതമായി വേർപെട്ടപ്പോൾ വലിയ സങ്കടത്തിലും ദുഃഖത്തിലും ആയിരുന്ന നാളുകളിൽ പരിശുദ്ധ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ട് പലതും മകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അമ്മ മാതാവിൻ്റെയും യേശുനാഥൻ്റെയും മടിയിൽ ജീവിത പങ്കാളി ഉണ്ട് എന്ന ദർശനം കൊടുത്തുകൊണ്ട് ആത്മശക്തിയെ നന്നായി ബലപ്പെടുത്തിയത് സഹോദരി പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം വലിയ വേദനകളിലൂടെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കാണിച്ചു കൊടുത്തുകൊണ്ട് സഹോദരിയുടെ ദുഃഖത്തിനും നഷ്ടത്തിനും
അമ്മ മാതാവ് തന്നെ ആശ്വാസവും കരുത്തും പകർന്ന സാക്ഷ്യമാണ് ഏറ്റവും ശ്രദ്ധേയമായി ഇതിൽ പങ്കുവയ്ക്കുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവ് തൻ്റെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, മകളെ എൻ്റെതാണ്, എൻ്റെ കൂടെ നടക്കുക, ഞാൻ നിനക്ക് ശക്തിയും കരുത്തും നേർവഴിയും തെളിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരിയെ കരം പിടിച്ച് നടത്തിയ അനുഭവങ്ങളെയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. രണ്ടാമത് പ്രധാനമായി പറഞ്ഞത് മകളുടെ വിശ്വാസം നഷ്ടപ്പെട്ട നാളുകളെക്കുറിച്ചാണ്. അതും അപ്പൻ്റെ മരണത്തോടനുബന്ധിച്ചുണ്ടായ മാനസികമായ പ്രയാസങ്ങളാണ്. ആ മകളെയും വീണ്ടും നല്ല വിശ്വാസത്തിലേക്കും അമ്മമാതാവിൻ്റെ കൃപയുള്ള സംരക്ഷണത്തിലേക്കും കൊണ്ടുവരുവാനും മകളുടെ പഠന മേഖലകളിൽ അത് പുരോഗതിക്കും വിജയത്തിനും കാരണമായി മാറുന്നതിനും സഹായം ലഭിച്ചതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു കടമുറി വിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഏറെ നാൾ നടത്തിയിരുന്നു. അതിന് ലഭിച്ച അനുകൂലമായ സാഹചര്യത്തെയും മറ്റൊരു കടമുറി വാടകയ്ക്ക് കൊടുത്തത് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ നടത്തിക്കൊണ്ടു പോകുവാൻ ഉടമ്പടി ഉപ്പ് അവിടെ വിതറി അത് മാതാവിൻ്റെ സംരക്ഷണത്തിൽ സമർപ്പിച്ചതിലൂടെ ഒരു കുഴപ്പവുമില്ലാതെ നന്നായി നടന്നു പോകുന്നതിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ അമ്മ മകളോടുകൂടി ഈ അൾത്താരയിൽ തൻ്റെ ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കുമ്പോൾ അത് ഈശോനാഥൻ എത്ര കണ്ട് അമ്മ മാതാവിലൂടെ, കൃപാസനം അമ്മയിലൂടെ, ഉടമ്പടി ജീവിതത്തിലൂടെ ഈ കുടുംബത്തെ കരം പിടിച്ച് നടത്തുന്നുവെന്ന് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് സ്നേഹത്തോടുകൂടി അമ്മ മാതാവ് നയിക്കുന്നു. ഒറ്റയ്ക്ക് പോകുന്ന ഇടങ്ങളിലൊക്കെയും സംരക്ഷകയായി കൂടെ ചെല്ലുന്നു. വേദനിക്കുന്ന നിമിഷങ്ങളിലൊക്കെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വഴികളെ തെളിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ മകൾക്ക്, ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നന്ദി പറയുമ്പോൾ നമ്മുടെ ഒറ്റപ്പെടലുകളെ, നമ്മുടെ വ്യാധികളെ, ആകുലതകളെ, നഷ്ടപ്പെടലുകളെ, വേർപാടുകളെ, സങ്കടങ്ങളെ, രോഗങ്ങളെ ഒക്കെ അമ്മ മാതാവിൻ്റെ തൃക്കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നാം എടുത്തിരിക്കുന്ന ഉടമ്പടിയിലൂടെ, ആ ഉടമ്പടിയിൽ നാം പുലർത്തുന്ന വിശ്വസ്തതയിലൂടെ, വചനം വായിച്ച് ലഭിക്കുന്ന വെളിച്ചത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിജീവിതത്തെയും കൂടുതൽ ആശ്വസിപ്പിക്കുവാനും പ്രതീക്ഷയിലും സന്തോഷത്തിലും ജീവിതത്തെ നയിക്കുവാനും വിശ്വാസം ആഴപ്പെടുത്തി തന്ന നല്ല ആത്മീയതയിൽ ജീവിക്കുവാനും നമ്മളെ സഹായിക്കണമേ എന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി